നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് പാസ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസിലെ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഡിസംബർ 3 വരെ അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ് ആണ് അതിനുവേണ്ടി യോഗ്യത. അതോടൊപ്പം ശാരീരിക യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതിൽ ഭിന്നശേഷിയുള്ളവരും വനിതാ ഉദ്യോഗസ്ഥരും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിലേക്കുള്ള കാറ്റഗറി, ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ 420/2025 എന്നുള്ളതാണ്. കേരള സർക്കാരിന് കീഴിലുള്ള സ്ഥിരം ജോലിയാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിച്ചെങ്കിൽ ഒരു 1 ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. നേരത്തെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാത്തവർ അത് ചെയ്യണം എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ ഈ പോസ്റ്റ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്, ജയിൽ വകുപ്പിലാണ് ഈ നിയമനം ഉള്ളത്. ഉദ്യോഗ പേര് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 27,900 മുതൽ 63,700 എന്ന സ്കെയിലിലേക്ക് ശമ്പളം ലഭിക്കുക. എന്നാൽ ഒഴിവുകൾ എണ്ണം പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് കുറെ ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല. മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർ ഇതിലേക്ക് എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിയമന രീതി നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/ST കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനലുകൾക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനുവേണ്ട വിദ്യാഭ്യാസ യോഗ്യതയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് ഇതിനുവേണ്ട അടിസ്ഥാന യോഗ്യത. അതോടൊപ്പം ശാരീരിക യോഗ്യതകളും ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഉയരം പറഞ്ഞിട്ടില്ല. ശാരീരിക യോഗ്യതയിൽ 165 സെന്റിമീറ്റർ ഉയരവും പൂർണ്ണ ആരോഗ്യവും ഉണ്ടായിരിക്കണം. അതുപോലെ 81.3 സെന്റിമീറ്റർ നെഞ്ചള ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഷനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും നല്ല, അത് ദൂരക്കാഴ്ച 6/6 സ്നെല്ലൻ 2 കണ്ണിലുണ്ടായിരിക്കണം. സമീപ കാഴ്ച 0.5 സ്നെല്ലൻ 2 കണ്ണിലും ഉണ്ടായിരിക്കണം. അതുപോലെ പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് അതുപോലെ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ നമ്മൾ നിൽക്കുന്ന സമയത്ത് മുട്ടുകൾ തട്ടുക, പരന്ന പാദം, അങ്ങനെയുള്ള ഞരമ്പ് വീക്കം, അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. കാലുകൾ വളഞ്ഞിരിക്കുക, അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ് പറയുന്നത്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്. 8 ഐറ്റം കൊടുത്ത് 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് ഫിനിഷ് ചെയ്യുക, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതുപോലെ പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, അങ്ങനെയുള്ള 8 ഐറ്റം ഉണ്ട്. അതിൽ ഏതെങ്കിലും 5 നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നല്ല കാഴ്ചശക്തി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ജൂനിയർ കൺസൾട്ടന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സർജനി കുറവായിട്ടുള്ള റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസർ എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ പ്രത്യേകം ഫോർമാറ്റ് ഈ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് തന്നെ നമ്മൾ തയ്യാറാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഫോട്ടോയും പതിച്ച് അതിൽ നിങ്ങളുടെ മെഡിക്കൽ ഓഫീസർ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കേരള PSCക്ക് ആദ്യമായിട്ട് അപേക്ഷിക്കാൻ ഒരു 1 ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.kerala.psc.gov.in എന്ന സൈറ്റിൽ പോവുക. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ് ഒക്കെ കൊടുത്ത് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ യൂസർ ഐഡിയും പാസ്വേഡ് വെച്ച് നമുക്ക് എത്ര പോസ്റ്റ് വേണം പിന്നീട് അപേക്ഷിക്കാൻ കഴിയും. ഒരു തവണ മാത്രം ചെയ്താൽ മതിയാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത രീതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. പിന്നെ തികച്ചും സത്യസന്ധമായ വിവരങ്ങൾ നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം പിന്നീട് ഏതെങ്കിലും അവസരത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് കണ്ട് നമ്മുടെ കാൻഡിഡേറ്റ് തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ ഇത് അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനം ചെയ്യും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ആധാറിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മുടെ പ്രൊഫൈൽ അങ്ങ് അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തോ ഇന്റർവ്യൂ പോകുന്ന സമയത്തോ സെലക്ഷന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തൊക്കെ നമുക്കതൊരു ID പ്രൂഫായിട്ട് വിനിയോഗിക്കാം എന്ന കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട്. അതുകൂടെ ചെയ്യാൻ മറക്കരുത്.
അതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാലും റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാൻ നമ്മൾ റെഡി ആവുന്ന ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഡിസംബർ 3 www.keralapsc.gov.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഡിസംബർ 3 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.